പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ മറുപടി നൽകി കഴിഞ്ഞു. തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ അവകാശവാദം ഉന്നയിക്കുന്നത് പിടിച്ചു നിൽക്കാനുള്ള വെറും തള്ളു മാത്രമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ പാക് ടാങ്കുകൾ അതിർത്തിയിലേക്ക് എത്തിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടർന്നാൽ ഇന്ത്യ തിരിച്ചടിക്കാനും മടിക്കില്ല. അതിനുള്ള സൂചന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നലെ നൽകിയിരുന്നു. അതിനാൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടുത്ത ഘട്ടം ഉണ്ടാകുമോ എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളും ഇത് ഉറ്റുനോക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് രണ്ടാം ഘട്ടം ഉണ്ടെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. ഇന്ത്യയുടെ പട്ടികയിലുള്ള 21 ഭീകര കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി ആക്രമിച്ചത് 9 എണ്ണം മാത്രമാണ്. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളടക്കം ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകി. ഇന്ന് സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ മറുപടി ഓപ്പറേഷൻ സിന്ദൂരിൽ അവസാനിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ. ഇനിയും പാക് പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് നീക്കം. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ മടിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാന്റെ കൂടുതൽ തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ഉന്നം വെക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിയന്ത്രണ രേഖയിലെ സാധാരണക്കാർക്ക് നേരെയുള്ള നടപടിക്ക് തക്കതായി തിരിച്ചടി നൽകാൻ സൈന്യത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഏതു നീക്കവും പ്രതിരോധിക്കുമെന്ന് വീരവാദം മുഴക്കിയ പാകിസ്ഥാന് പക്ഷേ കഴിഞ്ഞ ദിവസം പുലർച്ചെയുണ്ടായ അപ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിർത്തിയിൽ മിസൈലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചെങ്കിലും ഇന്ത്യൻ ആക്രമണം തടയാൻ കഴിയാതിരുന്നത് പാകിസ്ഥാൻ സേനയ്ക്ക് വലിയ നാണക്കേടുമായി മാറി.